ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ക്യാസിൽ കാണാൻ പോവാണ്. അപ്പോൾ രാവിലെ 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 4:45 ഇവിടുത്തെ ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് ഒരു 4-5 ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്പോട്ടിലെത്താൻ. അപ്പോൾ എന്തായാലും പോവാം. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ട്രെയിൻ കയറാം. ലോക്കൽ ട്രെയിനും ഉണ്ട്, പിന്നെ അല്ലാതെ. പക്ഷെ നമുക്ക് ലോക്കൽ ട്രെയിനിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ള സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് പോയി തിരിച്ച് വരുമ്പം എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ നമുക്ക് വന്ന അബദ്ധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയെല്ലാം. അപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ടൈം ഇതുവരെ കാണിച്ചിട്ടില്ല. ഇവിടുത്തെ പോലത്തെ കാണിച്ചു കൊടുക്കുക. അതേപോലത്തെ സ്ക്രീനിൽ എങ്ങോട്ടേക്ക് എത്ര മിനിറ്റ്സിനുള്ളിൽ വരും, ഏത് U3 U1 അങ്ങനെ ഓരോരോ ഇതുണ്ട്, അതൊക്കെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിന്നാൽ മതി. സോ നമ്മുടെ ട്രെയിൻ 4:45 വരും. പക്ഷേ ഇതിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ടൈം ആകുമ്പോഴേക്കും കാണിക്കുമായിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇത് കൊള്ളല്ലേ. നമ്മൾ ഈ പ്രാവശ്യം ഫുഡൊന്നും എടുത്തില്ല, ഫുഡ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ലാസ്റ്റ് കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. തൊണ്ടയിൽ കൊടുങ്ങല്ലേ. നമ്മളിപ്പം മ്യൂണിക്കിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അടുത്ത ബസ് കയറണം. ഏകദേശം 2 മണിക്കൂർ ട്രാവലുണ്ട്. ടോട്ടൽ 4 ട്രെയിൻ കയറണം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ. എന്തായാലും ഇപ്പോൾ കാഴ്ചയെ കണ്ടിരിക്കാം. ഇപ്പോൾ നല്ല കൺട്രി സൈഡിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. നല്ല രസമുണ്ട് ഫുള്ള് കാണാൻ. പക്ഷെ തണുപ്പാണെങ്കിലും പച്ചപ്പൊന്നും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ മ്യൂണിക്കിലെത്തിയിട്ടുണ്ട്. മ്യൂണിക്കിലെ സ്റ്റേഷൻ നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല വലിയ സ്റ്റേഷനാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് 36ാമത്തെ പ്ലാറ്റ്ഫോമിൽ 30 അല്ലേ ഇവിടെ ഇവിടെ അല്ല 30ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അടുത്ത ട്രെയിൻ കയറാനുള്ളത്. ഇവിടെ കോഫിയാണോ ഞങ്ങൾക്ക്? ഓക്കെ. ഇപ്പം നൗറിൻ ക്യാപ്പിച്ചീനോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലേസും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും കൂടെ ഏകദേശം 4 യൂറോയാണ് ആയത്. നമുക്കിനി അടുത്ത ഇനി 2.5 മണിക്കൂറുണ്ട് നമുക്ക് ട്രെയിൻ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ട്രെയിൻ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമുക്കിനി 31ാമത്തേലേക്ക് നടക്കാം. ഏകദേശം 40 മിനിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടെ കഴിക്കാൻ വാങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ എത്ര ലൈനുണ്ട് ഇവിടെ. ഒരു രക്ഷയില്ല. ഇത് ഇപ്പം നമുക്ക് 30ാമത്തെ ലൈനിലാണ്. ഒരുപാട് ലൈനുണ്ട് ഇവിടെ. ട്രെയിൻ അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനും ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും. അതും പക്കാ ടൈമിങ്ങിലാണ് എല്ലാ ട്രെയിനും പോകുന്നത്. അപ്പോൾ നമ്മൾ 3.5 യൂറോയ്ക്ക് ഒരു ബഗത്ത് ചിക്കനും നിറച്ചൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നോക്കട്ടെ എത്ര യൂറോ? 3.5 യൂറോ. അപ്പോൾ കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. കണ്ടിട്ട് കാണാൻ കൊള്ളാം. വേർത്താണോ പൈസക്ക്? നമ്മുടെ നാട്ടിലേക്കൊരു ഫ്ലേവർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളൂ. ഓക്കെ. അങ്ങനെയുണ്ട്. ബ്രെഡ് കുറച്ച് കട്ട് ചെയ്യാല്ലേ. കുറച്ച് ഡ്രൈ ആണ്, ഭയങ്കര കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ഫ്യൂസൻ. ഇവിടുത്തെ ബാത്റൂമാണ്. ഭയങ്കര വലിപ്പമാണിത്. ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. രക്ഷയില്ല.
മൂടിയ മലകളാണ്. നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനാവും. ഇവിടെ ഇങ്ങനെ ഇത്രയും ഭംഗി ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടം വരെ ഉള്ളു ട്രെയിൻ. നമ്മൾ ഫ്യൂസൺ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബസ് കയറി വേണം നമ്മുടെ കാസിലേക്ക് പോകാൻ. രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി. നല്ല പെയിൻ്റൊക്കെ ചെയ്ത ഫ്രെയിമാണ് മൊത്തം. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ കാണുന്നതാണ് ആ ക്യാസിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട്, അത് നടന്ന് അത്യാവശ്യം കയറണം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവിടെ ആ ഭാഗത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാണ്ട്. ഫ്യൂസൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു രക്ഷയില്ല, അടിപ്പൻ സംഭവം. ഇവിടെയും കടകളൊക്കെ, ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഇവിടെ 2 ടൈപ്പ് ഗ്യാസിലുണ്ട്. ഇതാണ് ഒരു ഗ്യാസിൽ. ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചു. നമ്മളിനിയിപ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റം ഉണ്ട് ഗ്യാസിലെത്തണമെങ്കിൽ. അവിടെയാണ് ഗ്യാസിൽ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ വഴിയുണ്ട്, പിന്നെ കുതിരയുണ്ട്, ബസ്സൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും നടന്നു പോവാണ്, നമുക്ക് സമയമുണ്ട് അത്യാവശ്യം. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്യാസിൽ മാത്രമേ ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സ്ഥലം കാണാൻ തന്നെ അടിപൊളിയാണ്. നല്ല കിണ്ണ സ്ഥലമാണിത്. എന്താ സ്ഥലത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? നൈസാണ്. ക്യാസിൽ ഒക്കെ ഇവിടെ 2 ക്യാസിലുണ്ട്. അവളിവിടെ വന്നപ്പോഴാണ് അത് അറിയുന്നത്. പക്ഷെ കൊള്ളാം. ഇതിനുള്ളിലേക്ക് എൻട്രൻസ് ഉണ്ടോ അറിയില്ല. അത് കുതിര വരുന്ന പോലെ. ഇവിടെ എന്താ പറയുക, കുതിരയ്ക്കൊക്കെ സ്റ്റെറോയിഡ് കൊടുത്ത പോലെയാണ്. ഭയങ്കര സൈസാണ് കുതിരയൊക്കെ കാണാൻ, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം. ഇയാളില്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് കയറി നിൽക്കണം. നൈസ് വീട്. കണ്ട് ഇവിടെ ഒരു നൈസ് വെള്ളച്ചാട്ടം കണ്ട്. നമ്മൾ ക്യാസിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇനി നടക്കാനുണ്ട്. ആ ക്യാസിൽ കാണിച്ചാൽ ഹ്യൂജ് ക്യാസിൽ. ഇനി ഇതിൻ്റെ എന്തോ വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള. എന്തോ ഭാഗ്യത്തിന് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മിക്ക റെസ്റ്റോറൻറ്റുകളും പുറത്തിരുന്ന് കഴിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. കാരണം ക്ലൈമറ്റ് അത്രയും നല്ലതാണ്. അത് കാണിച്ചു കൊടുക്കുക. കാസിലിൻ്റെ താഴേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. If you weren't here in the winter, you wouldn't be able to see that. No, I know. It's not what it rains. Foliage. That's what it means. നമ്മൾ കാസിൽ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമുക്ക് ആ കാസിൽ കാണാം.